എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ പ്രാട്ടിയല്ലല്ലോ പോണത്. പ്രാട്ടിയേ എടാ പ്രാട്ടി ചേർക്ക ഇങ്ങോട്ട് വാടാ. എന്തിനാ മാമ? എടാ കണ്ടവൻ്റെ വിളയെ പോവാതെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഇതെല്ലാം നടത്തിയും വെച്ച് വന്നൂടെ. മാമ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് മാമ വന്നത്. എനിക്കിപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അതെന്താ പിടിച്ചിരിക്കാൻ പറ്റാത്തത്? ഞാൻ കല്യാണത്തിന് പോയി സദ്യ ഉണ്ട്. കല്യാണത്തിന് സദ്യ ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ സംഭവിക്കോടാ? എനിക്ക് മാത്രമല്ല മാമ, കല്യാണത്തിന് വന്നവർക്ക് എല്ലാവർക്കും ഇത് തന്നെ പറ്റിയത്. ആരെ കല്യാണോടാ? രായപ്പൻ്റെ മോളെ കല്യാണം. അതെങ്ങനെ അങ്ങനെ സംഭവിക്കൂലല്ലേ? അത് ആ കല്യാണം 100 കോടി ക്ലബിലാക്കുമെന്നല്ലേ അവൻ പറഞ്ഞത്. എനിക്ക് പോയി മാമ, അതൊക്കെ സിനിമയല്ല മാറ. 100 കോടിയും 200 കോടിയൊക്കെ. സിനിമ മാത്രമല്ലടാ, പിന്നെ ഇപ്പൊ സഞ്ചാന്യം വരെ 100 കോടി ക്ലബിലാക്കാനാണ് ആളുകളെ ശ്രമം. എന്തിനായിരുന്നാലും ചളാകൊളായി. അതെല്ലാം പോട്ടെ, ആരായിരുന്നു പാചകം? ലോനപ്പുണ്ടായി 40 വർഷം പാരമ്പര്യമുള്ള ലോലപ്പനാ? ഓ, അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കാൻ നിവർത്തിയില്ലല്ലടാ. എന്റെ മാമ സംഭവിച്ച അങ്ങേർക്ക് പ്രത്യേകത എന്തിനാണെന്ന് അറിയാമോ? എന്തിനാണ് വെറുതെ? ഈ വീട്ടുകാർ പറയും ഇന്ന ഐറ്റം വേണമെന്ന് പറയും. അതിനുള്ള സാധനങ്ങൾ ഇങ്ങേര് പറയും. ഇതെല്ലാം എന്താ വീട്ടുകാർ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേര് എല്ലാം കൂടെ ഉണ്ടാക്കി ഉപ്പ് പോലും നോക്കാതെ ഒറ്റ പോക്കാണ് ഇങ്ങേര്. പണ്ട് പോലെ അങ്ങനെ തന്നെ, എന്നാലും ഉപ്പ് നോക്കണ്ടേ? നോക്കിയില്ലോ അമ്മ. ഓച്ചാൻ ഇങ്ങേര് ഒന്ന് മാപ്പ് പറഞ്ഞു. അയ്യോ, മാപ്പും പറഞ്ഞ? പിന്നെ സദ്യ മോശമാകുമ്പോ മാപ്പ് പറയണ്ടേ അമ്മ? മാപ്പ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പെണ്ണിന്റെ തന്തയൊന്നും പറഞ്ഞില്ലേ? കമാന്നൊരക്ഷരം വിട്ടില്ല രായപ്പണ്ണ. കമാന്നൊരക്ഷരം മിണ്ടായിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവൻ പറഞ്ഞ് അവന് മാപ്പ് പറയണ്ടേ? പിന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. നാട്ടുകാർ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടാത്തേന്ന് ചോദിച്ചു. അപ്പൊ എന്തൊരു പറഞ്ഞു? അതിന് പകരം വേറൊരാൾ വന്ന് പറഞ്ഞു. അതാരേ? അങ്ങനെ അമ്മ രായപ്പൻ്റെ അമ്മ വന്ന് സംസാരിച്ചെന്ന്. അമ്മ വന്ന് സംസാരിച്ചു? എന്തായിരുന്നു പറഞ്ഞേ? നിങ്ങൾ എൻ്റെ മോൻ്റെ ജാതകമൊന്നും നോക്കണ്ട, എൻ്റെ മോനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. മോൻ്റെ ജാതകം നോക്കാനും കരം തീർത്ത രസീത് നോക്കാനും അല്ലല്ലോ അവിടെ പോയത്. രായപ്പൻ്റെ മോളെ കല്യാണത്തിനല്ലേ പെയ്യത്. തന്നെയല്ല എല്ലാവരും അതിനെ പറഞ്ഞത്. നിങ്ങൾ വിളിച്ചിട്ടില്ല നമ്മൾ കല്യാണത്തിന് വന്നെന്ന് ചോദിച്ചു. ഞാൻ അറിഞ്ഞിടത്തോളം രായപ്പൻ്റെ ഭാര്യ എന്തരോ പറഞ്ഞെന്ന് കേട്ട്. എന്തിനോ നിങ്ങൾക്ക് എന്തിനോ അമ്മ പ്രാന്തുണ്ട്. പറയാതിരിക്കുമോ? യാത് ഭർത്താവിനെ പറഞ്ഞ് യാത് ഭാര്യ സഹിക്കും? അത് പറഞ്ഞാൽ സഹിക്കില്ല. എന്നാലും എന്തരാണ് പറഞ്ഞത്? ആളെ നോക്കി കളിക്കണമെന്ന് പറഞ്ഞു. എന്തരേ? ആളെ നോക്കി കളിക്കണമെന്ന് പറഞ്ഞവര് അങ്ങനെ പറഞ്ഞ? പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ അമ്മ? അയ്യോ, ഇപ്പൊ ആകെപ്പാടെ ചളാകുള്ള ആയാടാ. ഇനി പറഞ്ഞിട്ട് എന്തിനു മാമ കാര്യം? എല്ലാം കൈവിട്ടു പോയി മാമ, എല്ലാം കൈവിട്ടു പോയി. മാറ്റ കേസായി മാമ. കൈയൊന്നും വിട്ടുപോയില്ല. എന്ത്? മറ്റന്നാ രായപ്പൻ റിസപ്ഷൻ വെച്ചേക്കാണ്. പുതിയ റിസപ്ഷനായി. പോയി മാമ. എടാ എടുക്കാ ഉള്ള സത്യം അമ്മച്ചിയാണോ ഉള്ളത്? എന്റെ മാമ നിങ്ങൾക്ക് എന്തൊരു പ്രാന്താവും. ഇനി ചെലവല്ലേ അമ്മ അത്? എടാ എത്ര ചെലവായാലും മനുഷ്യന്റെ അന്തസ്സല്ലേടാ വലുത്. അപ്പൊ എങ്ങനെ വെക്കാൻ പോണ റിസപ്ഷൻ ഒന്നും കൂടെ? അതായത് ഇപ്പൊ വച്ചില്ലേ സദ്യ, അതിൽ നിന്ന് 13 ഐറ്റം വെട്ടി മാറ്റി. 13 അല്ല 17 ഐറ്റം വെട്ടി മാറ്റിയിട്ട് പുതിയൊരു ഐറ്റം റിസപ്ഷന് വിളമ്പാൻ വേണ്ടി ഇരിക്കുകയാണ്. 17 കറികൾ വെട്ടി മാറ്റുമോ? നോട്ടി എന്തോമോ ജയിച്ചു പോടാ. 17 കറിയല്ല. പിന്നെ എടാ ഈ സാമ്പാറിലില്ലേ സാധനങ്ങള്, അഴുവിയ വെള്ളരിക്ക, പുഴുത്ത വെണ്ടയ്ക്ക, ഇതെല്ലാം കൂടെ മാറ്റിയും വെച്ച് പുതിയ ഐറ്റം റിസപ്ഷന് വിളമ്പുമെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ ഗംഭീരമായിരിക്കുമോ? ഗംഭീരമായിരിക്കുമെന്നാ? അടിപൊളിയായിരിക്കും. അടിപൊളി. വാ